സോംബി എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മളുടെ ഇടയിൽ ഇപ്പോൾ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വാക്കാണ്. പക്ഷേ എന്താണ് ഈ സോംബി പേരന്റിങ്? സോംബി പേരന്റിംഗ് എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ഫിസിക്കൽ പ്രസൻസ് കുട്ടികളോടൊപ്പം ഉണ്ടെങ്കിലും മെന്റലി അവർ അവൈലബിൾ അല്ലാത്ത ഒരു സാഹചര്യം. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെടുത്ത് മൊബൈലിൽ നോക്കിയിരിക്കുക, ലാപ്ടോപ്പ് നോക്കി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പൂവ് ശരി എന്നൊക്കെ പറഞ്ഞ് മൂളുകയല്ലാതെ കുഞ്ഞുങ്ങളോട് കൃത്യമായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയോ അവരുടെ ഇമോഷണൽ നീഡ്സ് കൺസിഡർ ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ. എന്തുകൊണ്ടാണ് സോംബി പേരന്റിംഗ്? പണ്ട് കാലത്തെ പേരൻസിനെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ പേരൻസ് രണ്ടുപേരും ഒരേപോലെ വർക്ക് ചെയ്യുന്നവരാണ്. അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗം അല്ലെങ്കിൽ സ്ക്രീൻ ടൈം, അതോടൊപ്പം തന്നെ ഉറക്കമില്ലായ്മ, ഇങ്ങനെയുള്ള കാരണങ്ങളാണ് ഈ സോംബി പേരന്റിംഗിലേക്ക് അവരെ നയിക്കുന്നത്. കുട്ടികൾക്ക് ഈ സോംബി പേരന്റിംഗ് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് പേരൻസുമായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻസ് ഉണ്ടാകാതെ പോകുന്നു. ഈ പേരന്റിന്റെ സ്വഭാവം കുഞ്ഞുങ്ങൾ കണ്ട് അവരുടെ ജീവിതത്തിൽ പകർത്താനിടയാകുന്നു. 3, അവർക്കൊരു സോഷ്യൽ വിഡ്രോവൽ ഉണ്ടാകുന്നു. 4, അവർ റിബലിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ അവരിൽ ഫോം ആവുന്നു. ഈ സോംബി പേരന്റിംഗ് നമുക്ക് എങ്ങനെ പരിഹരിച്ചെടുക്കാൻ പറ്റും? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരം ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. ദിവസം 1-2 മണിക്കൂറെങ്കിലും ഈ മാതാപിതാക്കൾ ഈ സ്ക്രീൻ യൂസ് പൂർണ്ണമായിട്ടും ഒഴിവാക്കി അവരുടെ കുഞ്ഞുങ്ങളോടൊപ്പം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ചിലവഴിക്കുക. 2, കുഞ്ഞുങ്ങളോടൊപ്പം ഔട്ടിംഗ് പോകുന്ന സമയത്ത് നമ്മൾ സ്ക്രീൻ ആരും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുക. കൃത്യമായി കുഞ്ഞുങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാനും അവരെന്തെങ്കിലും കാര്യങ്ങൾ പേരൻസിനോട് ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും മറുപടി പറയാനും സമയം കണ്ടെത്തുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം, ആരോഗ്യമുള്ള മാതാപിതാക്കൾക്ക് മാത്രമേ കുഞ്ഞുങ്ങളോടൊപ്പം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റുള്ളൂ. കൃത്യസമയത്ത് ഉറങ്ങാനും സ്ക്രീൻ ടൈം കുറയ്ക്കാനും കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യപരമായ ഭക്ഷണശീലം ശീലിക്കാനും മാതാപിതാക്കൾ തയ്യാറാകണം. കുഞ്ഞുങ്ങളോടൊപ്പം ചെലവഴിക്കാൻ ഏറ്റവും ഫലപ്രദമായ സമയം എപ്പോഴാണെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയം ഒരു 10 മിനിറ്റ് കുഞ്ഞിനോടൊപ്പം അന്നത്തെ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത്, അതായത് ഉറങ്ങുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പുള്ള സമയം, കുഞ്ഞുങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ഒരു 10 മിനിറ്റ് സമയം, ഈ സമയങ്ങൾ കൃത്യമായി കുഞ്ഞിനോടൊപ്പം നമ്മൾ ചെലവഴിക്കുകയാണെങ്കിൽ, കുഞ്ഞിനെ കേൾക്കുകയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളിൽ ഒരുപാട് മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.